തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരിൽ നമ്മൾ മുറ്റത്ത് കല്ല് വിരിച്ച 2 വീടിൻ്റെ വിശേഷങ്ങളാണ്. 2 വീടും ചെറിയ സ്ക്വയർ ഫീറ്റിലാണ്. ഒരു വീട് വരുന്നത് 627 സ്ക്വയർ ഫീറ്റും ഒന്നൊരു 700 സംതിങ് 712 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ വിരിച്ച കല്ല് എന്ന് പറയുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ, അതായത് 50 to 55 mm. തൊട്ടടുത്ത് തന്നെ വേറൊരു വീട്ടിലൂടെ നമ്മൾ വിരിച്ചിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഈ ഒരു വീഡിയോ. താങ്ക് യു. 2 വീടിൻ്റെയും വർക്ക് കഴിഞ്ഞ ശേഷമുള്ള ഫോട്ടോസാണ്. ഒരു വീടിൽ നമ്മൾ എല്ലാ ലൈനിലും സിംഗിൾ ലൈനിലും ഒക്കെ നമ്മൾ ഗ്രാസ് വെച്ചപ്പോൾ മറ്റേ വീടിൽ 2 സ്റ്റോൺ ഇടയ്ക്കാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കുന്നത്. അപ്പോൾ ഇതാണ് വാട്ടർ ലെവൽ ചെയ്യുന്നതിന് മുൻപ് അതിലൊരു വീട് കണ്ടില്ലേ. പേപ്പർ ജോയിൻറ്റ് കട്ടിംഗ് ആണ്, ചെറിയ ഗ്യാപ്പുകളൊക്കെ പേപ്പർ ജോയിൻറ്റ് കട്ടിംഗ് ആണ് 2 വീട്ടിലും വെച്ചത്. അതായത് വളരെ അടുപ്പിച്ച് നമ്മൾ ഗ്രാനൈറ്റ് വീടിൻ്റെ അകത്ത് വെക്കുന്ന പോലെയാണ് പുറത്തുകൂടെ വെച്ചത്. കല്ലങ്ങനെ അടുപ്പിച്ച് വളരെ അടുത്ത രൂപത്തിൽ വെക്കുമ്പോൾ അടുപ്പിച്ച് വെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ലേബർ കോസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങൾ അറിയേണ്ടി വരും. ലേബർ കോസ്റ്റ് നമുക്ക് 2-3 ലേബർ എക്സസ് വരും. പിന്നെ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം അവരുടെ കല്ലാണ്. നമുക്ക് ആ വിരിച്ച ഏരിയ ആയിരുന്നു, നമുക്ക് എത്ര ഏരിയ ആണ് അവിടെ വിരിച്ച കല്ലും പുല്ലും അതിൻ്റെ ആയിരുന്നു നമ്മൾ സ്ക്വയർ ഫീറ്റ് തോതിലെടുത്ത്. അല്ലാതെ സ്റ്റോണ് ഫുൾ മെഷർമെൻറ്റ് സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ അല്ല അവരെടുത്ത്. ചില ആളുകൾ സ്റ്റോൺ എണ്ണാണ് ചെയ്യുക. അതാണ് കുറച്ചുകൂടി ബെറ്ററായ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് അത്ര നല്ല പരിപാടിയല്ല. പിന്നെ അടുത്ത 2ാമത്തെ വീടാണ്, അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ വീടാണിത്. കല്ല് നമ്മൾ സിംഗിൾ ലൈനാണ് ഇവിടെ പുല്ലിന് വേണ്ടിയിട്ട് വിട്ടത്. പിന്നെ ചെറിയ ഗ്യാപ്പ്, അതായത് വീതിയിൽ വരുന്ന ഗ്യാപ്പൊക്കെ നമ്മൾ അടുപ്പിച്ച് വെക്കുക ചെയ്ത്. അങ്ങനെ വെക്കുമ്പോഴൊരു പ്രശ്നം, മഴ പെയ്യുന്ന സമയത്ത് വെള്ളം താഴോട്ട് ഇറങ്ങി ഇൻ്റർലോക്കിൻ്റെ പോലെ ഇറങ്ങിയിട്ട് അത് പുതുതായി മണ്ണിട്ട സ്ഥലം, 1 വർഷം 2 വർഷമൊക്കെ ആയി മണ്ണിട്ട സ്ഥലമാണെങ്കിൽ ആ താഴ്ഭാഗത്തെ ചളി ലൂസായി, മണ്ണ് ലൂസായി കല്ല് വലിയ വണ്ടികളൊക്കെ കയറുമ്പോൾ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു 1/2 ഇഞ്ച് ഗ്രൗട്ട് ഗ്യാപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കസ്റ്റമറിനോട് ഞാൻ പറഞ്ഞിരുന്നു, അവരുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിരുന്നു 50 മുതൽ 55 വരെ കനമുള്ള കല്ലാണ്. ചില കല്ലുകളൊക്കെ 60-70 ഒക്കെ ഉണ്ടായിരുന്നു, 2.5 ഇഞ്ച് 3 ഇഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നല്ല കല്ലാണ്. ആവശ്യത്തിനുള്ള ഗ്രൈൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. നല്ല സ്ട്രോങ് ഉള്ള കല്ല്. മിനിമം എന്തായാലും 50 ഉണ്ടാവും. അപ്പോൾ ഇതിന് റേറ്റ് കൂടുതലുണ്ട് ഈ കല്ലിന്. അപ്പോൾ ഈ 2 വീടുകളിൽ ഒരു വീട് 600 സംതിങ് സ്ക്വയർ ഫീറ്റും മറ്റൊരു വീട് 700 ചില്ലാണ് സ്ക്വയർ ഫീറ്റ് വരുന്നു. അപ്പോൾ 2 വീട് വിരിച്ചു കഴിഞ്ഞപ്പോൾ അത് കണ്ടില്ലേ 60 ഒക്കെ ഉണ്ട്, കറക്റ്റ് ഉണ്ട്. അപ്പോൾ ഷോപ്പിൽ നമ്മൾ ഇറക്കുക വെച്ചാൽ 55 to 60 ഒരു ടൈപ്സ്, 50 to 55 വേറെ ഐറ്റം, 45 to 50 വേറൊരു ഇനം. അങ്ങനെ 3 റേറ്റാണ്. 45 to 50 ആണ് കൂടുതൽ ആളുകളും നമ്മുടെ നാട്ടിൽ ചെയ്യണത്. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കല്ല് വിരിക്കാനോ അല്ലെങ്കിൽ പുല്ല് വിരിക്കാനോ ചെടികൾ വെക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായി ബന്ധപ്പെടുക. എൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് മനോഹരമായി കല്ല് വിരിക്കാനോ പുല്ല് വിരിക്കാനോ ചെടികൾ വെക്കാനോ ട്രോപ്പിക്കൽ ഗാർഡൻ അതുപോലെ തന്നെ പോർച്ച് ആർട്സുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുക.